മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഇമ്മിണി വലിയ പെരുന്നാളാണ്, ബഷീറിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ. കാരണം കഴിഞ്ഞ 20 വർഷക്കാലത്തോളമായി വിദേശത്ത് ജയിലിൽ കിടന്നിരുന്ന പ്രിയപ്പെട്ട അബ്ദുറഹീം ജയിൽ മോചിതനായി എന്ന സന്തോഷ വാർത്ത നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 34 കോടി രൂപയാണ് നമ്മൾ മലയാളികളെല്ലാ മനുഷ്യരും ജാതി മത വർഗങ്ങൾക്കൊക്കെ അപ്പുറത്ത് സ്വരൂപിച്ച് പ്രിയപ്പെട്ട റഹീമിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉമ്മയുടെ വലിയ സ്വപ്നത്തിൽ പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പെരുന്നാൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷ പെരുന്നാളാണ്, ആനന്ദ പെരുന്നാളാണ്, ഇമ്മിണി വലിയ പെരുന്നാൾ തന്നെയാണ്. പെരുന്നാളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മതങ്ങളുടെ ഏത് മതമാണെങ്കിലും ആ മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രത്യേകത മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും സന്മാർഗത്തെ കാണിച്ചു കൊടുക്കുക എന്നതാണ് മതങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം, ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പെരുന്നാളുകൾ അക്ഷരാർത്ഥത്തിൽ മാനവികതയുടെ പെരുന്നാളാണ്. പെരുന്നാളിൻ്റെ ഓരോ പ്രോസസ്സ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇന്നലെ അറഫയിൽ ലക്ഷക്കണക്കിന് 200 രാജ്യങ്ങൾക്ക് അധികമുള്ള 200 രാജ്യങ്ങളിലേക്കാൾ കൂടുതലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇന്നലെ അറഫയിൽ സമ്മേളിച്ചത്. ആ മനുഷ്യരെല്ലാവരും ഒരേ വസ്ത്രം ധരിക്കുന്നു, ഒരേ രൂപത്തിൽ, ആരും സുഗന്ധം ഉപയോഗിക്കുന്നില്ല, അവരുടെ ശരീരത്തിൻ്റെ ഭംഗി പ്രദർശിപ്പിക്കുന്ന ഒന്നും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ഇന്നലെ ലക്ഷക്കണക്കിന് മനുഷ്യർ അറഫയിൽ സമ്മേളിച്ചു. മനുഷ്യനോട് എല്ലാവരും ഒരുപോലെ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കാര്യം. ഇനി നമ്മൾ പെരുന്നാളിലോട്ട് വന്നാൽ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ പെരുന്നാൾ ആഘോഷം തുടങ്ങുന്നത് തക്ബീറുകളെ കൊണ്ടാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ് ആ തക്ബീറിൻ്റെ അർത്ഥം. അല്ലാഹു അക്ബർ എന്ന പദത്തിൻ്റെ അർത്ഥം അല്ലാഹു ആണ് വലിയവൻ എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം അഹങ്കാരം, അഹന്തത, ഇതൊക്കെയാണ്. ഞാൻ വലിയവനാണെന്ന ചിന്ത. ഓരോ പെരുന്നാളിലൂടെയും വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ വലിയവനല്ല, വലിയവൻ സ്രഷ്ടാവാണ്, നിങ്ങൾ എല്ലാ മനുഷ്യരെയും പോലെയുള്ള മനുഷ്യരാണ്. അല്ലാഹു അക്ബർ, നാഥനാണ്, സ്രഷ്ടാവാണ് ഏറ്റവും വലിയവൻ. അവൻക്ക് വിധേയപ്പെടുക, അവൻ ഇച്ഛിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിക്കുക. പരസ്പരം പ്രശ്നങ്ങളില്ലാത്ത രൂപത്തിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിക്കൊണ്ട് നിങ്ങൾ സാധാരണ മനുഷ്യരാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുക എന്നതാണ് ഇസ്ലാം പെരുന്നാളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പെരുന്നാൾ തക്ബീർ കഴിഞ്ഞാൽ പിന്നത്തെ ആഘോഷം പള്ളിയിലേക്ക് വരലാണ്. പെരുന്നാൾ നിസ്കാരം ശക്തിയായ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ചില പണ്ഡിതന്മാർ അത് നിർബന്ധമാണ് എന്ന് ഒരു അഭിപ്രായപ്പെട്ടതുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് വരുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾ വയറ് നിറക്കാതെ വരണം എന്നാണ് പറയുന്നത്. ഉള്ളതിൽ പുതിയ വസ്ത്രം ധരിച്ചു വരിക, എന്നിട്ട് പരസ്പരം പെരുന്നാൾ ആശംസകൾ നേരുക. പെരുന്നാൾ നിസ്കാരത്തിലും ശേഷം നടക്കുന്ന ഖുതുബകളിലും പ്രഭാഷണങ്ങളിലും നന്നായി പങ്കെടുക്കുക. പരസ്പരം സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക എന്നാണ് ഓരോ പെരുന്നാൾ ദിവസത്തിൻ്റെയും നിസ്കാരത്തിൻ്റെ പിന്നിലുള്ളത്. ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ വായിക്കാനുണ്ട്. നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ സ്വന്തം നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഇത് കാണുന്ന അപരൻ്റെ മനസ്സിലും സന്തോഷം വരുന്ന കാര്യമാണ് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്. പരസ്പരം പിണങ്ങി നടക്കുന്നവരോട് പെരുന്നാളിന് പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു പെരുന്നാൾ ആശംസകൾ അറിയിക്കുക. മനുഷ്യനിലേക്ക് തന്നെ പടരാനുള്ള സുന്ദരമായ സമയം. അങ്ങനെ പെരുന്നാൾ ദിവസത്തെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് നേരത്തെ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വിധേയപ്പെടലാണ്, നമ്മുടെ അനുസരണയുള്ളവരാണ് എന്ന് കാണിക്കലാണ്. പിന്നീട് വരുന്നത് ഉൽഹിയ്യത്ത് അഥവാ ബലികർമ്മം എന്ന് പറയുന്നത്. ബലികർമ്മത്തെക്കുറിച്ച് ധാരാളം പറയാനുണ്ട്. ബലികർമ്മത്തിലൂടെ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് പെരുന്നാൾ ദിവസവും തുടർന്നു വരുന്ന ദിവസങ്ങളിലും ഒരാളും ഭക്ഷണമില്ലാതിരിക്കാൻ പാടില്ല. സമൃദ്ധമായി കഴിക്കണം, അവർക്കിഷ്ടം പോലെ കഴിക്കാം. അവിടെ തന്നെ ബലി അറുക്കുന്നവൻ ഉത്തമനെന്നോ ആ ബലിയുടെ മാംസം സ്വീകരിക്കുന്നവൻ താഴ്ന്നവനാണോ എന്ന ചിന്ത ഇസ്ലാമിനില്ല. കാരണം നമ്മൾ ബലിയറുക്കുകയാണെങ്കിൽ ആ ബലിയറുക്കുന്ന മനുഷ്യൻ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് അവൻ ഭക്ഷിക്കണം. ശേഷിക്കുന്ന ഭാഗമാണ് അവൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ബലിയുടെ മാംസം പുണ്യമാണ്, അതെല്ലാവരും ഭക്ഷിക്കണം. ബലി അറുക്കുന്നവൻ ഉന്നതനാണ്, ഞാനത് ഭക്ഷിക്കുകയില്ല, അതെനിക്ക് ആവശ്യമില്ല, മറ്റുള്ളവരത് ഭക്ഷിക്കട്ടെ, അതെൻ്റെ ഔദാര്യമാണ്, എൻ്റെ ഓഷാരമാണ് എന്ന ആസ്പെക്റ്റിലല്ല ഇസ്ലാം ബലിയെ കാണുന്നത്. അത് നമ്മൾ ഭക്ഷിക്കണം. ബലി കൊടുക്കുന്നവൻ ഭക്ഷിക്കുക, അതുപോലെ അത് സ്വീകരിക്കുന്നവൻ ഭക്ഷിക്കുക, അത് പരിഭാവനമായി കാണുക.
അത് ഏതെങ്കിലും രൂപത്തിൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വിൽക്കാതിരിക്കുക, ഇതൊക്കെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നു. തുടർന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. നിങ്ങളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണം, രോഗികളായി കിടക്കുന്നവരെ നിങ്ങൾ സന്ദർശിക്കണം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം, കൂട്ടുകാരോട് സംഗമിക്കണം, നാട്ടുകാരോട് ഇടപഴകണം, ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം. അങ്ങനെ സന്തോഷത്തോടു കൂടെയാണ് ഓരോ പെരുന്നാളിനെയും ആഘോഷിക്കേണ്ടത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും, ഇതൊക്കെ മനുഷ്യരിലോട്ട് പടരുന്ന കാര്യങ്ങളാണ്. അവിടെ മനുഷ്യൻ്റെ ഇടയിൽ മതങ്ങളോ വർഗങ്ങളോ ഒന്നും വേർതിരിക്കുന്നില്ല. മറ്റുള്ളവരുള്ള ഇടപെടൽ എങ്ങനെയാവണം, ഓരോ പെരുന്നാൾ വരുമ്പോഴും ഇതൊക്കെ പുതുക്കണം, നിങ്ങളുടെ ബന്ധങ്ങൾ പുതുക്കണം എന്ന് പറയുമ്പോൾ അപരനോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന വലിയൊരു കാഴ്ചപ്പാടിനെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതല്ലാതെ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന പെരുന്നാൾ ആഘോഷം ഒരുപാട് സമ്പത്ത് ദൂർത്തടിച്ച് കളയുക, മദ്യപിക്കുക, അന്യനെ ആക്രമിക്കുക, ലഹരി ഉപയോഗിക്കുക, ഇങ്ങനെ മറ്റൊരു മനുഷ്യൻ്റെ മനസ്സിലോ മറ്റു മനുഷ്യർ ജീവിക്കുന്നതിൻ്റെ ഇടയിലോ ഏതെങ്കിലും രൂപത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാഘോഷത്തെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് മതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യരെ നന്മയിലേക്ക് നയിക്കലാണ് എല്ലാ മതങ്ങളുടെയും ദൗത്യം. ആ ദൗത്യത്തെ അതിമനോഹരമായി സാക്ഷാത്കരിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഓരോ പെരുന്നാളിലൂടെയും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പെരുന്നാളും മാനവികതയുടെ പെരുന്നാളാണ്, മനുഷ്യരുടെ പെരുന്നാളാണ്, മറ്റുള്ള ജീവികൾക്കുള്ള പെരുന്നാളാണ്. ആ നിലക്ക് നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് സന്തോഷം പകരുന്നതാവട്ടെ, മറ്റുള്ള മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്നതാവട്ടെ, മാനവികതയുടെ തിരുവട്ടം കൊളുത്തിവെക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം എന്ന പെരുന്നാൾ സന്ദേശമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞിരക്കാട് മുസ്ലിം ജമാഅത്തിൻ്റെ എല്ലാ രൂപത്തിലുള്ള പെരുന്നാൾ സന്തോഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സന്തോഷം നേരുന്നു. അസ്സലാമു അലൈക്കും.